1992 കമൽ സംവിധാനം ചെയ്ത എന്നോടിഷ്ടം കൂടാമോ എന്ന് പറഞ്ഞ സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായി തുടങ്ങുകയും അതിലാദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ മുഖം കാണിക്കുകയും ചെയ്ത കലാകാരനാണ് ദിലീപ്. 2022 കേശു ഈ വീടിൻ്റെ നാഥനാണ് ദിലീപിൻ്റെ അവസാനമായി റിലീസ് ചെയ്ത സിനിമ. അതും ഭയങ്കര രസമാണ്. അതിൽ മോള് സെൽഫോൺ ഉപയോഗിച്ച് സെൽഫി എടുക്കുന്നതിനെ ദിലീപ് കാണിക്കുന്ന ഒരു മൂമെൻ്റ് ഉണ്ട്. ഞാൻ ദിലീപിനോട് പറഞ്ഞു നേരിട്ട്, എൻ്റെ വീട്ടിൽ സത്യം പറഞ്ഞാൽ സിന്ധു ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും കാണുന്നതാണ് ആ സെൽഫി എടുക്കുന്നത്. മകൾ എങ്ങനെയാണ് ഈ സെൽഫി എടുക്കാൻ നേരത്ത് മനുഷ്യർ ഒരു പ്രത്യേക രീതിയിൽ പോസ് ചെയ്യുമല്ലോ, അതെങ്ങനെയാണെന്ന് മകൾ പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അച്ഛനായ കേശു കാണിക്കുന്ന ഒരു വിഷ്വലുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ഇരുത്തം വന്ന നടന് മാത്രമേ, അല്ലെങ്കിൽ നല്ല ഹ്യൂമർ സെൻസുള്ളൊരു നടന് മാത്രമേ അത് കാണിക്കാൻ കഴിയൂ. തീർച്ചയായിട്ടും സമ്മതിക്കണം അയാളെ. 145 സിനിമ എന്തോ ദിലീപ് ഇതുവരെ അഭിനയിച്ചു, തമിഴും മലയാളവുമായിട്ട്, ഹിന്ദിയൊക്കെ ആയിട്ട്. 1991 വിഷ്ണു ലോകത്തിൽ തുടങ്ങി 1997 മന്ത്രമോതിരം വരെ 9 സിനിമകളുടെ സഹസംവിധാനമായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൽ മന്ത്രമോതിരം മാത്രമാണ് മറ്റൊരു സംവിധാനം ചെയ്തത്, ബാക്കിയെല്ലാം കമലിൻ്റെതായിരുന്നു. 1994 ഏഴര കൂട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ ഇങ്ങനെ പൊത്തി കൈയൊക്കെ വെച്ചിട്ട് എന്ത് രസമായിട്ടാണ് അയാൾ തുടക്കകാലത്ത് ചെയ്ത ആ സിനിമയിൽ. 1996 ജൂനിയർ യേശുദാസായി നടക്കുന്ന ശശികുമാർ എന്ന് പറഞ്ഞ സല്ലാപത്തിലെ നായകൻ, ഈ പുഴയും കടന്ന് എന്നുള്ള സിനിമയിലെ ഗോപി. 1998 മീനത്തിൽ താലികെട്ട്, അതിലെ ഓമനക്കുട്ടൻ. നല്ല രസമുള്ള വേഷമായിരുന്നു, പക്ഷേ പടം വിചാരിച്ച രീതിയിൽ ഓടിയില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും അറിയിക്കും. എന്ത് രസമുള്ള ഒരു കുടുംബകഥയാണ് മീനത്തിൽ താലികെട്ട്. നമ്മുടെ രാജശങ്കരാടി, മരിച്ചുപോയ രാജശങ്കരാടി സംവിധാനം ചെയ്ത സിനിമയാണ്. പിന്നെ പഞ്ചാബി ഹൗസിലെ ഉണ്ണികൃഷ്ണൻ. 2000 ലോഹിതദാസിൻ്റെ ജോക്കർ എന്ന് പറഞ്ഞ സിനിമയിലെ ബാബു, തെങ്കാശി പട്ടണത്തിലെ നേരത്തെ പറഞ്ഞ ശത്രുഘ്നൻ, ഈ പറക്കും തളികയിലെ ഉണ്ണികൃഷ്ണൻ. 2021 മീശ മാധവൻ നായർ എന്ന് പറഞ്ഞ രസമുള്ള കഥാപാത്രം. 2002 കുഞ്ഞുകൂനൻ, വിമൽ കുമാറും പ്രസാദ് എന്ന് പറഞ്ഞ ഡബിൾ റോൾ. കല്യാണരാമനിലെ രാമൻകുട്ടി. 2003 CID മൂസയിലെ സഹദേവൻ, മൂലംകുഴി സഹദേവൻ. റൺവേയിലെ ഉണ്ണി ദാമോദരൻ എന്ന പരമശിവൻ, വാളയാർ പരമശിവൻ. 2005 ചാന്തുപൊട്ട്, രാധാകൃഷ്ണൻ എന്ന രാധ. ചെസ്സിലെ വിജയകൃഷ്ണൻ, അന്ധനല്ലാതെ അന്ധനായി ജീവിക്കുന്ന വിജയകൃഷ്ണൻ. 2006 ലോഹിദാസിൻ്റെ ചക്കരമുത്ത് എന്ന് പറഞ്ഞ സിനിമയിലെ അരവിന്ദൻ. 2009 പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയിലെ നന്ദൻ മേനോൻ. 2011 മായാമോഹിനിയൊക്കെ മലയാളത്തിൽ ആര് ചെയ്യും? അവേ ഷൺമുഖിയിൽ ഒരു കമലഹാസൻ ചെയ്തുവെങ്കിൽ അതിനേക്കാൾ മനോഹരമായി മായാമോഹിനിയിൽ അതിൻ്റെ വശ്യതയോടെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 2012 മൈ ബോസ് മമതയുമായിട്ട് ചേർന്ന്, അതിലെ മനു. സൗണ്ട് തോമയിലെ പ്ലാപ്പറമ്പിൽ തോമ. 2015 ടു കൺട്രീസ് ഉല്ലാസ്, വലിയ വിജയം നേടിയ സിനിമയാണ്. 2017 രാമലീലയിലെ രാമനുണ്ണി, കൊമ്മാര സംഭവത്തിലെ കമ്മാരൻ. 2021 കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന കേശവൻ നായർ. തീർച്ചയായിട്ടും ഓരോ മൈൽ സ്റ്റോണാണ് ഞാനീ പറഞ്ഞത്. ദിലീപിൻ്റെ വളർച്ചയ്ക്ക് ഉത്തേജനം നൽകിയ ഓരോ മൈൽ സ്റ്റോണാണ് ഈ ക്യാരക്ടറുകളെല്ലാം. ഇതിൽ പല സിനിമകളും ഒരിക്കൽ കൂടി ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദിലീപ് ആ വഴി ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ജനത്തിനെ തിയേറ്ററിൽ പിടിച്ചിരുത്താൻ അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ, അവരെ 2-2.5 മണിക്കൂർ പൊട്ടിച്ചിരിപ്പിക്കാൻ കഴിയുന്ന പല സിനിമകൾ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ സിനിമകൾ വീണ്ടും ഒരു ശക്തമായ രണ്ടാം ഭാഗം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് ദിലീപിനോട് പറയാനുള്ളത്. മുളകുപാടം നിർമ്മിച്ച സിനിമയായിരുന്നു രാമലീല. തുടക്കത്തിൽ തന്നെ വലിയ ഹിറ്റായി മാറിയ 50 കോടി ക്ലബിലൊക്കെ എത്തിയ സിനിമയാണ്. എനിക്ക് വേറൊരു രസം തോന്നിയൊരു കാര്യം, 2020, 2021, 2022 കാലഘട്ടത്തിൽ ഈ കേസിൽപ്പെട്ട് ജയിലിലൊക്കെ ആയി അതിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ പോലും ദിലീപിൻ്റേതായി കുറേ സിനിമകൾ വരുമെന്ന് കരുതിയിരുന്നു. അതിലൊന്ന് പകയാണ്. പക നല്ല പേരായിരുന്നു. ഈ കേസുമായിട്ടൊക്കെ സാമ്യമുണ്ടല്ലേ, പക. വൈശാഖ് സംവിധാനം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ 3 കൺട്രീസ്, ഷാഫിയുടെ 2 കൺട്രീസിൻ്റെ രണ്ടാം ഭാഗം. ഞാൻ ആരാ മോൻ സീരിയലൊക്കെ എടുത്തിരുന്ന സുധീർ ശങ്കർ സംവിധാനം ചെയ്യുന്നൊരു സിനിമ. അംബാനി, ഉമർ ലുലു സംവിധാനം ചെയ്യുന്ന സിനിമയായിട്ട് വരും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ സദ്ദാം സദാശിവൻ, വാളയാർ പരമശിവൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ രണ്ടാം ഭാഗം ജോഷി സാർ. എൻ്റർ ദ ഡ്രാഗൺ, സജി സുകുമാർ. ഇതാണോ വലിയ കാര്യം? അക്കു അക്ബർ, ഇദ്ദേഹത്തിൻ്റെ കൂടെ കമലിൻ്റെ അസിസ്റ്റൻ്റായിരുന്ന അക്കു അക്ബർ. പിന്നെ പ്രൊഫസർ ഡിങ്കൻ, രാമേന്ദ്ര ബാബു ചെയ്തു വെച്ച് ഇപ്പോൾ പൂർത്തിയാക്കാതെ കിടക്കുന്ന സിനിമ. തീർച്ചയായിട്ടും അത് റാഫി പൂർത്തിയാക്കും.
സനൽത്തോട്ടം 10-14 കോടി രൂപ മുടക്കിയിട്ടിരിക്കുന്ന സിനിമയാണ് 3D ആണ്. തീർച്ചയായിട്ടും പ്രൊഫസർ ഡിങ്കൻ വരും. ഈ പറക്കും തളികയുടെ 2ാം ഭാഗം താഹ ചെയ്യും. D143 ഇപ്പോൾ അരുൺ ഗോപി ചെയ്യുന്ന സിനിമ, അതിന് പേര് മാറും. പിക് പോക്കറ്റ്, കുഞ്ഞിക്കൂനൻ, എന്താ പറയുക, അല്ല പിക് പോക്കറ്റ് എന്ന് പറയുന്ന കുഞ്ഞിക്കൂനൻ എന്നായിപ്പോയി. പിക് പോക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ദിലീപിനെ വെട്ടിലാക്കാൻ ശ്രമിക്കുന്ന, കള്ള സാക്ഷി പറഞ്ഞിരിക്കുന്ന കാഞ്ഞിരംകുളം മുത്തു സംവിധാനം ചെയ്യുന്ന സിനിമ. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആ സിനിമ നടക്കുമെന്ന്. കാരണം മുത്തു എന്നോട് ഈ പിക് പോക്കറ്റിനെ കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചിരുന്നു. ശ്രീലങ്കയിൽ എന്തോ വന്ന ഒരു ശ്രീലങ്കൻ സിനിമയെ ചുരണ്ടിയതാണ്. എന്നാൽ പോലും നല്ല രസമായി ചെയ്യാവുന്നൊരു സിനിമയായിരുന്നു പിക് പോക്കറ്റ്. നസീർ സാർ പണ്ട് ചെയ്തൊരു പേരാണ്, ടൈറ്റിലാണ് പിക് പോക്കറ്റ്. എന്നാലും ദിലീപിനെ കൊച്ച് ഞാൻ ഭയങ്കര ഹിറ്റാക്കും, ദിലീപ് സാർ എനിക്ക് ഡേറ്റ് തന്നു, ബ്ലാങ്ക് ഡേറ്റാണ് തന്നിരിക്കുന്നത്, ഞാൻ ചെയ്ത് വിജയിപ്പിക്കും ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് എന്നോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അത് അയാളുടെ എന്താ പറയുക എടുത്തുചാട്ടം കൊണ്ട് നശിച്ചു പോയ സിനിമയാണ്. അല്ലെങ്കിൽ ആ സിനിമ നടന്നേനെ. ഞാൻ ഈ കോലാഹലങ്ങൾ നടക്കുന്നതിനിടയിൽ ദിലീപ് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പിക് പോക്കറ്റ് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു തന്നപ്പോൾ അയാൾ സത്യമായിട്ട് ചേട്ടാ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ പ്രോജക്റ്റാണ്. എൻ്റെ 2-3 പടം ഓടുന്ന 2-3 പടം ഒന്ന് ഇറങ്ങിക്കോട്ടെ, അത് കഴിയുമ്പോൾ നമുക്കിത് ചെയ്യാമെന്ന് ഞാൻ അയാൾക്ക് ഉറപ്പ് കൊടുത്താണ്. ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ അയാൾക്ക് ആയിരങ്ങൾ എന്തിന് അയാൾക്ക് ഞാൻ എൻ്റെ പൈസ എടുത്തു കൊടുത്തത്. പക്ഷേ അയാൾ എന്നെ തെറ്റിദ്ധരിച്ചു. അയാൾ എടുകൊടുക്കുക ചോറും കറി എന്ന് പറയുമ്പോൾ എനിക്ക് അടുത്ത സിനിമ എൻ്റെ ചെയ്യണമെന്ന് വാശി പിടിച്ച് പോയതാണ്, അല്ലാതെ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ദിലീപ് എന്നോട് പറഞ്ഞത്. അതുപോലെ കോമഡി കിങ് എന്ന് പറഞ്ഞ് സുകുമേനോൻ ചെയ്യുന്നൊരു സിനിമ വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ സിനിമകൾ ദിലീപിൻ്റേതായി വരും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ എവിടെയോ ചാവിള്ള പോലെ പോയി. അതോ ഇനി ഇതെല്ലാം ഉയർത്തെണീക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ജോഷി സാറിൻ്റെ ഒരു പടം ഏറ്റവും അടുത്ത സമയത്ത് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ ഇതൊന്നും ദിലീപിനോട് ചോദിക്കാറില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വോയിസ് ഓഫ് സത്യനാഥൻ റാഫി ചെയ്യുന്ന സിനിമ നല്ല വിജയമാകട്ടെ. അതിൻ്റെ പിന്നാലെ അരുൺ ഗോപി ചെയ്യുന്ന തമന്ന മലയാളത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയും ശക്തമാവട്ടെ. അങ്ങനെ പടിപ്പടിയായിട്ട് വീണ്ടും കൈവിട്ടു പോയ സൂപ്പർ താരപ്പട്ടം കേസിൻ്റെ വേറെ ഞാനൊക്കെ ആണെങ്കിൽ എന്നേ ആത്മഹത്യ തന്നെ ഇല്ലേ? ഇത്രയും മാനസിക സംഘർഷം ആലോചിച്ച് അയാളെപ്പെടുത്തി, അയാളുടെ അനുജനെപ്പെടുത്തി, അയാളുടെ അളിയനെപ്പെടുത്തി. അത് കഴിയുമ്പോൾ പറയാണ് നാളെ കാവ്യമാധവനെ അറസ്റ്റ് ചെയ്യും, മറ്റന്നാൾ കാവ്യമാധവൻ്റെ അമ്മയെ അറസ്റ്റ് ചെയ്യും. ഇങ്ങനെ നിരന്തരമായി വീട്ടുകാരെ പ്രഷർ ചെയ്യുക. അതുപോലെ അച്ഛനെ അമ്മ അധികം ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ മകളുടെ പേരിൽ മകളെ കൊണ്ട് അച്ഛന് വേണ്ടി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് കോടതിയിൽ പറയുന്ന കാലമാണ്. പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, പറയുന്ന കാലമാണ്. അച്ഛനിങ്ങനെ ഉപദ്രവിക്കരുതമ്മ, എൻ്റെ അച്ഛനൊരു പാവമില്ലേ, എന്തിനാ അമ്മ ഇങ്ങനെ അച്ഛനെ ദ്രോഹിക്കണമെന്ന് ചോദിച്ചാൽ മകളിലൂടെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു ഈ കേസിലെ പ്രതിയായ തന്ത എന്ന് പറയാവുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ദിലീപിന് ഒന്നും വാതുറന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ ഓരോരുത്തന്മാർ അന്ത്യചർച്ചയിൽ ഇങ്ങനെ തെറി വിളിക്കുമ്പോൾ അയാൾ മിണ്ടാതിരിക്കുന്നത്. എന്നെ തൂക്കിക്കൊന്നാലും എനിക്ക് പ്രശ്നമില്ലാന്ന് വിചാരിച്ചില്ല. ഞാനായിട്ടാണ് അയാളുടെ സ്ഥാനത്തെങ്കിൽ ഇതിനൊക്കെ മറുപടി ഇതിനിടയ്ക്ക് തന്നെ പറഞ്ഞത്. അത് ചിലപ്പോൾ കോടതി ലക്ഷ്യമായി ഞാൻ വീണ്ടും അകത്ത് പോയേനെ. എന്നാലും ഞാൻ പറഞ്ഞതന്നെ. പക്ഷേ അയാളുടെ ക്ഷമ സമ്മതിക്കണം. എന്തെല്ലാം അപഖ്യാതികൾ അയാളുടെ പേര് പറഞ്ഞിട്ട്, എത്ര കൊലപാതകം അയാളുടെ പേര് കയറ്റി നിങ്ങൾ ആലോചിച്ചു. കലാഭമണിയെ കൊന്നത് അയാൾ, മറ്റേ പെൻഡാമേനകയിലൊരു ഫോൺ വിൽക്കുന്ന ഒരുത്തനെ കൊന്നത് അയാൾ, എത്ര പേരെ കൊന്നു എന്നാലോചിച്ച് നോക്കൂ. ആലുവയിൽ നിന്ന് എറണാകുളത്തേക്ക് തിരിയുമ്പോൾ ഓരോ പോസ്റ്റിൻ്റെ മുന്നിലും ഗുണ്ടകൾ നിന്ന് സല്യൂട്ട് ചെയ്യുമെന്ന് ഈ കാഞ്ഞിരംകുളം മുത്തു പറഞ്ഞതാണ്. മുത്തു ഈ അടുത്ത കാലത്ത് ഒരു തമാശ കൂടെ പറഞ്ഞു. എൻ്റെ സുഹൃത്തും എൻ്റെ ശിഷ്യനും എനിക്കെതിരെ സംസാരിച്ചു. ഞാനതിൽ രണ്ടിലും പെടുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. കാരണം ഞാൻ അയാളുടെ സുഹൃത്തല്ല. എന്നോടൊരു കാറ് ഓടാൻ, നിങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഓടാൻ എൻ്റെ ഒരു അംബാസഡർ ചടക്ക് കാറുണ്ട്, ആ ആക്രി കാർ ഒന്ന് ഓടിക്കാൻ അവസരം തരുമോ എന്ന് ചോദിച്ചാണ് എന്നെ കാണാൻ വന്നത്. പിന്നെ ഞാൻ അയാളെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ കാണുന്നത് ഈ കേസ് നടക്കുന്ന സമയത്ത്. അപ്പോൾ അയാൾ പിക് പോക്കറ്റ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യാനായി നടക്കുകയാണ്. വേറെ ഏതൊരു പടം ചെയ്ത് ഒരു ദിവസം ഓടിയ ഒരു പടവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാളുടെ സുഹൃത്ത് വലയത്തിൽ ഞാനില്ല. ഞാൻ പിന്നെ അയാളുടെ ശിഷ്യനും ആയിട്ടില്ല. എന്നാൽ അയാൾ പറയുന്നതിൽ ഒരു ശിഷ്യനും ഒരു സുഹൃത്തും എനിക്കെതിരെ സംസാരിച്ചതിൽ എനിക്ക് വിഷമമുണ്ടെന്ന് ഈ അടുത്ത കാലത്ത് ആരുടെ പറഞ്ഞു. എൻ്റെ കയ്യും കാലും വെട്ടണം, അവനെ തീർക്കണമെന്ന് മറ്റേ കൊട്ടാരക്കര വിക്രമൻ്റെ ഒരു ചാനലിൽ ചെന്നിരുന്ന് രണ്ടുപേരും കൂടെ അളിയനും കൂടെ സംസാരിക്കുക. അവനെ അങ്ങ് തീർത്ത് കളയണം. എന്നെ എന്ന് പറഞ്ഞവനാണ് ഇപ്പോൾ പറയുന്നു ഞാൻ അവൻ്റെ സുഹൃത്താണ്. പറയട്ടല്ലേ, അതൊന്നും കാര്യമാക്കണ്ട. എന്നാലും എനിക്ക് അവനോട് ഒരു സ്നേഹമുള്ള എന്താണെന്നറിയാമോ? അവൻ ഒരു സത്യം പറഞ്ഞു ജീവിതത്തിൽ. എനിക്കൊരു 10 ലക്ഷം രൂപ തരാൻ, തൽക്കാലം നിന്ന് പിഴയ്ക്കാൻ എനിക്കൊരു 10 ലക്ഷം രൂപ തരാം, ദിലീപ് സാർ സന്നദ്ധനാണ്, ചേട്ടാ അത് വാങ്ങണം എന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ വന്ന് കണ്ടിട്ടും ഞാനത് വാങ്ങിയില്ല. എനിക്കാണെങ്കിൽ
10 ലക്ഷമല്ല, 10,000 രൂപ കിട്ടിയാൽ പോലും ഇപ്പം ഞാൻ 2 കൈ വാങ്ങിക്കേണ്ട ആളാണ്. അത്രയ്ക്ക് ടൈറ്റായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഞാനത് പറയുന്നത് അത് വാങ്ങിക്കില്ല. അതുപോലെ എൻ്റെ ഭാര്യയോട് അക്കൗണ്ട് നമ്പർ തരുമെന്ന് പറഞ്ഞപ്പോൾ അവളും പറഞ്ഞു, ഞാൻ ശാന്തുള്ള ദിനേശിൻ്റെ ഭാര്യയാണ്, ഇത്തരം ഇതിനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അവിടെ അത് അവസാനിപ്പിച്ചു. പക്ഷേ ഇവൻ പറയുന്നൊരു കള്ളത്തരം അതിലുള്ളത്, ചാനലുകളിൽ ചർച്ച ചെയ്തതുകൊണ്ട് അതിൻ്റെ പ്രത്യുപകാരമെന്നാണ് പറഞ്ഞത്. അല്ല, ശമ്പളമൊന്നുമല്ല. സീരിയലോ സിനിമയോ ചെയ്തിട്ട് തവണയായിട്ട് ആ 10 ലക്ഷം രൂപ തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞാണ് ഇവൻ എൻ്റെ അടുത്ത് കാണാൻ വന്നത്. എന്തായാലും അത് ഞാൻ വാങ്ങിയില്ല എന്ന് അവൻ പറഞ്ഞു. അത്രയും സത്യസന്ധത അവൻ കാണിച്ചു. അതിലെനിക്ക് സന്തോഷമുണ്ട്. എന്തായാലും രാമലീലയ്ക്ക് ശേഷം അരുൺ ഗോപി ചെയ്യുന്ന ദിലീപിൻ്റെ ഈ സിനിമയും വോയിസ് ഓഫ് സത്യനാഥനും അടക്കം തുടരെ വലിയ സൂപ്പർ ഹിറ്റുകളാവുന്ന സിനിമകൾ ദിലീപ് ഉണ്ടാക്കട്ടെ. ദിലീപിൻ്റെ ജനസ്വാധീനത്തിന് ഇവിടെ ഇരിക്കുന്ന അന്തിച്ചർച്ചയ്ക്ക് എന്നിരുന്ന് ദിലീപിനെ കൊല്ലാൻ നടക്കുന്ന, വാ തുറന്ന വികട സരസ്വതി മാത്രം സംസാരിക്കുന്ന, കള്ളങ്ങൾ മാത്രം പറയുന്ന സ്ത്രീ അടക്കം ദിലീപിനെതിരെ എന്തൊക്കെ വാചകങ്ങൾ അടിച്ചാലും ദിലീപിൻ്റെ പിന്നിൽ ജനപിന്തുണയുണ്ട് എന്ന് കൊട്ടാരക്കരയിൽ തെളിയിക്കാൻ കഴിഞ്ഞു. ആ കാര്യം പറയാനാണ് ഞാൻ വന്നത്. കാരണം കൊട്ടാരക്കര ഗണപതിയുടെ മുന്നിൽ, വിഘ്നേശ്വരൻ്റെ മുന്നിൽ തൊഴുതു നിന്ന് അയാൾ ആ പടത്തിൻ്റെ സ്വിച്ച് ഓൺ നടത്തുമ്പോൾ കാണാൻ അവിടെ കൂടി ആബാലവൃത്തം ജനങ്ങളെ കണ്ടപ്പോൾ ദിലീപിൻ്റെ ജനസ്വാധീനത്തിന് ഒരു കുറവും വന്നിട്ടില്ല എന്നെനിക്ക് ബോധ്യമായി. ഇനി ഈ പ്രോഗ്രാം കാണുന്ന ചിലവന്മാർ താഴെ എഴുതും, ഇത് പറയാൻ നീ എത്ര രൂപ പൈസ വാങ്ങിച്ചു, PR വർക്കിന് എത്ര രൂപ വാങ്ങിയിടാന്നൊക്കെ ചോദിച്ച് എഴുതും. അതൊന്നും ഞാൻ കാര്യമാക്കില്ല. കാരണം ഇതൊന്നും എന്നെ ഏശുന്ന പ്രശ്നമേ അല്ല. നമ്മുടെ ജീവിതത്തിൽ നേരെ പോവാണെങ്കിൽ ഏവൻ എന്ത് പറഞ്ഞാൽ നമുക്കൊരു കാര്യവുമില്ല എന്ന് വിചാരിച്ചാൽ ഒരു പ്രശ്നവുമില്ല, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. ഈ പറഞ്ഞ പോലെ മറ്റേ കിഷൻ പോറ്റിയെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കള്ളക്കേസിൽപ്പെടുത്തിയാൽ എനിക്ക് ഉറക്കമൊന്നും നഷ്ടപ്പെടില്ല. കാരണം ജീവിതത്തിൽ സത്യസന്ധതയോടെ ജീവിക്കൂ. എന്ത് നഷ്ടം വന്നാലും ശരി, ആരെല്ലാം പണിഞ്ഞാലും ശരി, എന്തൊക്കെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നാലും ശരി, ജീവിതത്തിൽ സത്യസന്ധതയോടെ ജീവിക്കൂ എന്ന് വാശി പിടിച്ചാൽ ഒരുത്തനും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദിലീപിൻ്റെ ഈ സിനിമകൾ വലിയ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.